أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഹിദയുടെ ഈ വർഷത്തെ ഈ സംഘടനാ വർഷത്തിലെ പ്രമേയമായി നമ്മൾ സ്വീകരിച്ചത് പ്രിഫറൻസ് ഓഫ് എ പ്രൊപ്പഗേറ്റർ എന്ന ഒരു ടോപ്പിക്കാണ്. പ്രബോധകൻ്റെ മുൻഗണനാക്രമങ്ങൾ എന്ന് നമുക്ക് മലയാളത്തിൽ അതിനെ പരിഭാഷ ചെയ്യാം. നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ പ്രചാരകരാണ്. അങ്ങനെ പ്രചാരകരായിക്കൊണ്ടിരിക്കുകയും പ്രചാരകരാവാൻ വേണ്ടി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നവരാണ്. വളരെയധികം കലങ്ങി മറിഞ്ഞ ഒരന്തരീക്ഷമുള്ള ഒരു ലോകക്രമത്തിലും സാമൂഹിക ക്രമത്തിലുമാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഒരു പ്രബോധകന് കൺഫ്യൂഷനുകളുണ്ടാവും, ആശയക്കുഴപ്പങ്ങളുണ്ടാവും. എവിടെ തുടങ്ങണമെന്നറിയാത്ത തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളുടെ ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, നാളിതുവരെ ഉണ്ടായിരുന്ന ലോകത്തിൻ്റെ ഗതി എന്ന് പറയുന്നത് എന്തെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടായിത്തീരുന്നിട്ടുള്ള ഒരു കൂട്ടമായ ചിന്താഗതി, ഒരു ട്രെൻഡ് എന്നൊക്കെ നമുക്ക് വിളിക്കാം. അതിൻ്റെ പിറകിൽ ലോകം സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് കാണാമായിരുന്നു. ഇന്ന് പക്ഷേ കൂട്ടമായിട്ടുള്ള ട്രെൻഡുകളും മറ്റും രൂപീകരിക്കപ്പെടുന്നുണ്ടെങ്കിലും അതിനേക്കാളേറെ ഓരോരുത്തരും അവരവരുടെ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും അവരവരുടെ ലോകത്ത് ജീവിക്കുക എന്ന് പറഞ്ഞാൽ, എനിക്ക് ഇഷ്ടമുള്ള ഒരു മേഖല ഞാൻ തിരഞ്ഞെടുക്കുന്നു. അത് എന്നെ നിയന്ത്രിക്കുന്നത് ഒരു പക്ഷേ സോഷ്യൽ മീഡിയ ആയിരിക്കും. ഞാൻ എങ്ങനെയാണ് ആ മേഖല തിരഞ്ഞെടുത്തത് എന്ന് ഒരു പക്ഷേ എനിക്ക് പോലും ഉണ്ടാവില്ല. ചെറുപ്പത്തിലെപ്പോഴോ ആരൊക്കെയോ കാണിച്ചു തന്ന ചില കാർട്ടൂണുകളിലൂടെ, അല്ലെങ്കിൽ ആരൊക്കെയോ കാണിച്ചു തന്ന ചില കോമഡികളിലൂടെ, അല്ലെങ്കിൽ ചില ഗെയിമുകളിലൂടെ പുതിയ കാലത്തെ മനുഷ്യർ കണ്ടെത്തുന്ന അവനവൻ്റെ ലോകങ്ങളിലേക്കാണ് ഓരോരുത്തരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മളെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് പ്രസക്തമാകുന്നത്, അല്ലെങ്കിൽ ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നുള്ളത് കുറച്ചുകൂടി സങ്കീർണമാവുകയാണ്. കാരണം ഓരോരുത്തർക്കും അവരവരുടേതായ സ്വന്തം ലോകങ്ങളിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ക്യാമ്പസുകൾക്കുള്ളിൽ നിന്ന് പുതിയ ട്രെൻഡുകൾ രൂപപ്പെടുത്തിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകത നാം ഊന്നി മനസ്സിലാക്കേണ്ടി വരുന്നത്. നമ്മളിവിടെ സോഷ്യൽ മീഡിയയിലേക്കുള്ള ആക്സസുകൾ പരമാവധി ചുരുക്കുകയും ലോകത്തിൻ്റെ ഗതി മനസ്സിലാക്കുന്നതിന് മാത്രം വളരെ ചുരുങ്ങിയ സമയം ഒരാഴ്ചയിൽ നമ്മളത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാഴ്ചയിലാണ് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മുന്നിലുള്ളത്. എന്നാൽ നമ്മുടെ ക്യാമ്പസിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ ലോകത്തുള്ള മനുഷ്യന്മാർ, ഏറെക്കുറെ ആളുകളും സോഷ്യൽ മീഡിയയിൽ ആരൊക്കെയോ നിർമ്മിക്കുന്ന ട്രെൻഡുകൾക്കനുസരിച്ചാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതുപോലും അവർക്ക് തന്നെ അറിയാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി വരും. അവർക്കും മനസ്സിലാകുന്നില്ല, ഞാൻ ആരുടെ ആശയങ്ങളാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, ആര് പറയുന്നതാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്, ആര് തന്ന ദിശയനുസരിച്ചാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, ജീവിക്കുന്നത് എന്ന് പോലും
അവരവർക്ക് പോലും ബോധ്യമില്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രയധികം വിവരസാങ്കേതിക വിദ്യ കാരണമായിട്ട് വിവരണങ്ങളുടെ വിസ്ഫോടനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കൈവെള്ളയിലിരുന്നു കൊണ്ട് വിവരങ്ങൾ നമ്മളോട് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു സങ്കീർണതയാണ്. മനുഷ്യന് ഒരുപക്ഷെ 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകത്തിൽ വരെ വൈജ്ഞാനികമായിട്ടുള്ള ഒരുപാട് സംഭാവനകൾ മനുഷ്യലോകത്തിന് മുന്നോട്ട് വെക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇന്ന് അതുവരെ മനുഷ്യൻ നേടിയെടുത്തിട്ടുള്ള വൈജ്ഞാനികമായിട്ടുള്ള അവൻ്റെ പാരമ്പര്യത്തിലൂടെ അവൻ എത്തിച്ചേർന്നിട്ടുള്ള ആധുനിക സാങ്കേതിക വിദ്യയുടെ തന്നെ അടിമയായി മനുഷ്യൻ മാറുന്നു എന്ന് ആലോചിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ടെക്നോളജിയുടെ അടിമകളായി പോവുകയാണ്. ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരർത്ഥത്തിൽ അതൊരു പ്രതിസന്ധിയാണ്. സാങ്കേതിക വിദ്യയെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പറയുന്നത് തന്നെ എൻ്റെ വീട്ടിലെ കൊച്ചുകുട്ടികൾക്ക് പോലും സ്മാർട്ട് ഫോൺ വളരെ ലാഘവത്തോടു കൂടി കൈകാര്യം ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ വളരെയധികം സന്തോഷത്തോടു കൂടി പറയുന്ന, അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു കാലത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അഭിമാനിക്കേണ്ട ഒരു കാര്യമാണോ? അതല്ല. നമ്മളിന്ന് ഈ സാങ്കേതിക വിദ്യയുടെ പളപളപ്പിന് മുന്നിൽ നമ്മൾ അറിയാതെ അടിമകളായി പോകുന്നുണ്ടോ എന്ന് തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഒരു പുതിയ പ്രബോധകൻ യാത്ര തുടങ്ങുന്നത്. അപ്പോൾ തൻ്റെ പ്രബോധിതരായിരിക്കുന്ന ആളുകൾ അവരുടെ മനസ്സും മസ്തിഷ്കവും ആർക്കെങ്കിലും പണയപ്പെടുത്തിയാണോ തൻ്റെ മുന്നിലിരിക്കുന്നത് എന്ന ഒരു ചോദ്യം ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമാവുകയാണ്. പ്രബോധിതരുടെ കാര്യം മാത്രമല്ല, പ്രബോധകനായിട്ട് നമ്മളൊരു സമൂഹത്തിൻ്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്ന സന്ദർഭത്തിൽ പോലും ഞാൻ എന്തുമാത്രം സാങ്കേതിക വിദ്യയുടെയൊക്കെ അടിമകളാണ്, ആരുടെയൊക്കെയോ അജണ്ടകളുടെ അടിമകളാണ് എന്ന് തിരിച്ചറിയാനുള്ള ശേഷി നമുക്കുണ്ടോ എന്നത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. ഇവിടെ നിന്നാണ് ഒരു പ്രബോധകൻ്റെ മുൻഗണനാക്രമങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മൾ പലപ്പോഴും പറയും, ഞാൻ 1-ാമതായും 2-ാമതായും 3-ാമതായും വിശ്വാസിയാണെന്നൊക്കെ നമ്മൾ മനസ്സിൽ സന്തോഷത്തോടു കൂടി ഓർക്കും. പക്ഷേ നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് സമയങ്ങൾ നമ്മുടെ ക്യാമ്പസിൽ നമ്മൾ വളരെ ചുരുക്കി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഈ എൻ്റർടൈൻമെൻറ്റ് ടൈമുകളിൽ നമ്മൾ നമ്മുടെ തലയും നമ്മുടെ മനസ്സും ആരുടെ മുന്നിലാണ് കൊണ്ടുപോയി സമർപ്പിക്കുന്നത്, ആർക്കാണ് വകവെച്ച് കൊടുക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. ഒരു പ്രബോധകൻ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം നാളെയുടെ ദിശ നിർണ്ണയിക്കേണ്ട ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ അത് വളരെ വലിയ സ്വാധീനം ചെലുത്തും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം, ഈമാനിനെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിൽ ഇറങ്ങി ഒരു തൈയായി, വിത്തായി മുളച്ച് തൈയായി രൂപപ്പെട്ട് വടവൃക്ഷമായി പടർന്നു പന്തലിക്കേണ്ടതാണ് എന്ന് പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പരിശുദ്ധമായ ഖുർആനിൽ അൽ ഖൗലു സാബിത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന പരിശുദ്ധമായ വചനത്തിൻ്റെ ഉപമയായി പറഞ്ഞിരിക്കുന്നത് അസ്ലുഹാ സാബിത്തുൻ വ ഫർഉഹാ ഫിസ്സമാ എന്ന് പറയുന്ന ഒരു വടവൃക്ഷത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് എന്ന് നമുക്കറിയാം. വിശ്വാസത്തെക്കുറിച്ച് അങ്ങനെയാണ് പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ഉപമ ഒരു മിഥിൽ ഷജറത്തിൻ, മരം പോലെയാണ്. ആ മരത്തിൻ്റെ അസ്ലുഹാ സാബിത്തുൻ വ ഫർഉഹാ ഫിസ്സമാ, അതിൻ്റെ കട, അതിൻ്റെ വേര് ആഴ്ന്നു നിൽക്കുന്നത് വളരെയധികം ആഴത്തിൽ ആഴ്ന്നു നിൽക്കുന്നതും ഭൂമിയിൽ വേരൂന്നി നിൽക്കുന്നതും, എന്നാൽ അതിൻ്റെ വൃക്ഷത്തിൻ്റെ തലപ്പുകളും ചില്ലകളും പ്രവിശാലമായ ആകാശത്തിൽ വിരാജിച്ച് കിടക്കുന്നതുമാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുന്നു. ഇതാണ് വിശ്വാസത്തിൻ്റെ ഉപമ, ഈമാനിൻ്റെ ഉപമ. ഇത്രയും വലിയ വടവൃക്ഷമായി വളരേണ്ട വിശ്വാസത്തിന് ചെറുപ്പത്തിൽ തന്നെ ഒരു കുട്ടിയുടെ മനസ്സിൽ എങ്ങനെയാണ് സ്വാധീനം ചെലുത്താൻ കഴിയുന്നത് എന്ന് നമ്മൾ ഇന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ള പുതിയ ലോകക്രമത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മളാകുന്ന അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിൽ ധാർമ്മിക മൂല്യങ്ങളും വിശ്വാസങ്ങളുമൊക്കെ അത് വിത്തിട്ട് നാമ്പെടുത്ത്
തളിരിട്ട് വളർന്നു വലുതായി വടവൃക്ഷമാകുന്നതിന് മുന്നേ തന്നെ പലപ്പോഴും പലതരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റുകളും അവരുടെ മനസ്സിൽ കുടിയിരുത്തപ്പെടുന്ന കാഴ്ചയാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഒരു പ്രബോധകൻ അവൻ്റെ മുൻഗണനാക്രമങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. എന്തിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കേണ്ടത്? എൻ്റെ പ്രബോധിതരുടെ, അല്ലെങ്കിൽ ഒന്നാം പ്രബോധിതനായിട്ടുള്ള ഈ പ്രബോധകൻ്റെ ഒന്നാം പ്രബോധിതനായിട്ടുള്ള സ്വന്തം നഫ്സിനെ, സ്വന്തം മനസ്സിനെ എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടത് എന്ന് നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടി വരുന്നത് അപ്പോഴാണ്. അപ്പം നമ്മൾ സ്വയം ചോദിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യമെന്ന് പറയുന്നത്, നമ്മൾ ദൈക്ഷണികമായിട്ട് ആരുടെയൊക്കെ അടിമകളായി പോയിട്ടുണ്ട് എന്നതാണ്. അത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അതിന് നമുക്കൊരു പരിശോധന നടത്താൻ പറ്റും. അത് പരിശുദ്ധമായ ഖുർആൻ പരിശുദ്ധമായ ഇസ്ലാം നമ്മളോട് പഠിപ്പിച്ചതാണ്. ഹാസിബു ഖബ്ല അൻ തുഹാസബു, വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങളൊരു ആത്മവിചാരണ നടത്തണം എന്ന് പരിശുദ്ധമായ ഹദീസിലൂടെ നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. എങ്ങനെയാണ് ആത്മവിചാരണ നടത്തുക? നാം ചിലപ്പോൾ നല്ല മാന്യമായി വസ്ത്രം ധരിച്ചിട്ടുണ്ടാകും. ഒരു മീറ്റിങ്ങിൽ വന്നാൽ ഉന്നതമായ ആശയങ്ങളും അഭിപ്രായങ്ങളുമൊക്കെ രേഖപ്പെടുത്താൻ സാധിക്കും. അത് വേണമെങ്കിൽ ഒരു സദസ്സിനെ പിടിച്ചിരുത്തി മനോഹരമായി സംസാരിക്കാനും നമ്മളെ കൊണ്ട് സാധിച്ചെന്ന് വരും. അല്ലെങ്കിൽ അതേ ആശയങ്ങൾ മനോഹരമായിട്ട് അക്ഷരങ്ങൾ കൊണ്ട് വിരിയിച്ചെടുക്കാനും നമുക്ക് സാധിച്ചേക്കുമെന്ന് വരും. പക്ഷേ ഇവിടെയൊന്നും നിൽക്കുന്നില്ല കാര്യം. നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഒരു ദിവസത്തിൻ്റെ സിംഹഭാഗവും എന്തിനു വേണ്ടി ചെലവഴിക്കപ്പെടുന്നോ അതാണ് നമ്മൾ. നാം ഒരു പക്ഷേ മാന്യമായ വസ്ത്രധാരണം നടത്തിയിട്ടുണ്ടാകും. വിദ്യാർത്ഥിയുടെ മുത്താലിമിൻ്റെ വേഷത്തിലായിരിക്കും നമ്മളിരിക്കുന്നത്. പക്ഷേ നമ്മളിവിടെ ആലോചിക്കേണ്ടത്, ഒരു ദിവസത്തിലുള്ള എൻ്റെ സിംഹഭാഗവും എൻ്റെ മനസ്സിലുള്ള സമയം, എൻ്റെ മനസ്സിൻ്റെ ആലോചന, എൻ്റെ മനസ്സിൻ്റെ താല്പര്യം അതെന്തിനെ പ്രതിയാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ അതാണ് നമ്മൾ. ഞാൻ ഒരു മതവിദ്യാർത്ഥിയുടെ വേഷം ധരിക്കുകയും എൻ്റെ മനസ്സിൽ ബിസിനസ്സിനെക്കുറിച്ചുള്ള ചിന്തകളാണ് ഒരു ദിവസം മുഴുവനും എന്നെ മതിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും ഞാനൊരു മതവിദ്യാർത്ഥിയാണെന്ന് പറയാൻ പറ്റിയ ആളല്ല. എൻ്റെ മനസ്സിൽ ഒരുപാട് മറ്റ് ചിന്തകളിലാണ് ഞാൻ എൻ്റെ സമയത്തെ ഒരു ദിവസത്തിൻ്റെ സമയത്തിൽ കൂടുതലും ചെലവഴിക്കുന്നത് എങ്കിൽ ഞാനൊരു മതവിദ്യാർത്ഥിയാണെന്ന് പറയാൻ പറ്റിയ ഒരാളല്ല. പക്ഷേ നേരെ തിരിച്ചുമുണ്ടാകാം. വിദ്യാഭ്യാസപരമായിട്ട് വളരെ മുന്നാക്കം നിൽക്കുകയും ഉന്നതമായ തസ്തികയിൽ ഇരിക്കുകയും ചെയ്യുന്ന സമയത്ത് തന്നെ തൻ്റെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുകയും പരിശുദ്ധമായ അള്ളാഹുവിനെക്കുറിച്ചുള്ള, പരിശുദ്ധമായ ദീനിനെക്കുറിച്ചുള്ള നിരന്തരമായ ചിന്തകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ സമയങ്ങളുടെ ഭൂരിഭാഗം സമയത്തെയും ധ്യാനാത്മകമായിട്ടുള്ള ഒരു ആരാധനാ സൗഭഗത്തിലേക്ക്, ഒരു ആരാധനയിലേക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തിരിച്ചുവിടാൻ സാധിക്കുകയും ചെയ്യുമെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് നമുക്കൊരു ശരിയായ വിശ്വാസിയാണെന്നോ അല്ലെങ്കിൽ ജ്ഞാനാന്വേഷിയാണെന്നോ മുത്താലിമാണെന്നോ പറയാൻ പറ്റുകയും ചെയ്യും. ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രബോധിതരിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ തൊട്ട് മുന്നേയുള്ള സമൂഹത്തിന് ഇവിടെ കിളച്ച് മറിച്ചിട്ടുള്ള പാടങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ആ കിളച്ച് മറിച്ച് പാകപ്പെടുത്തി വിത്തിടാൻ പാകത്തിലിരുന്ന ഭൂമിയിലേക്ക് കേവലം വിത്തുകൾ എറിഞ്ഞു കൊടുക്കുക മാത്രം ചെയ്യേണ്ടിയിരുന്ന ഒരു പ്രബോധന പ്രവർത്തനമായിരുന്നു നേരത്തെ ഒക്കെ ചെയ്യേണ്ടിയിരുന്നത്. ഇന്ന് പക്ഷേ നാം വിത്തിറക്കാൻ പോകുന്ന ഭൂമി നേരത്തെ തന്നെ ആരുടെയൊക്കെയോ അടിമത്തത്തിലും ആരുടെയൊക്കെയോ അധിനിവേശം കാരണമായിട്ടും അത് തരിശുഭൂമികളായി കഴിഞ്ഞിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നമ്മളോട്, കൊച്ചുനാളിൽ നിങ്ങൾ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ എഴുതി വെക്കുന്നത് കല്ലിലെഴുതുന്നതിന് സമാനമാണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൊച്ചുനാളിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഹൃദയത്തിൻ്റെ മൂലക്ഷരങ്ങളായിട്ട് ഹൃദയത്തിൻ്റെ ഇടനാഴിയിൽ ആ ആയുഷ്കാലം ആ മനുഷ്യനെ നയിക്കുന്ന അവൻ്റെ വേദവാക്യങ്ങളായി കൊത്തിവെക്കപ്പെടുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ്. പക്ഷേ അങ്ങനെ ഹൃദയത്തിൽ കല്ലിൽ കൊത്തിവെക്കപ്പെട്ടതുപോലെ കൊത്തിവെക്കപ്പെടുന്ന കാലഘട്ടത്തിൽ തന്നെ കുട്ടികളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളൊന്ന് ആലോചിക്കേണ്ടത് വളരെയധികം അനിവാര്യമാണ്. ഇതിനെന്താണ് പരിഹാരം? ഒരു പ്രബോധകൻ എന്ന അർത്ഥത്തിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും അല്ലാഹു തആല പറഞ്ഞല്ലോ,
വഅൻദിർ അശീറതകൽ അഖറബീൻ, അങ്ങയുടെ വളരെ അടുത്ത കുടുംബക്കാരായിട്ടുള്ള ആളുകളെ താക്കീത് ചെയ്യുക നബിയെ എന്ന് പറഞ്ഞപ്പോഴാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഫാ പർവ്വതത്തിൽ കയറി നിന്നുകൊണ്ട് ഖുറൈശികളെ ആഗമനം വിളിച്ചു വരുത്തിക്കൊണ്ട്, നിങ്ങൾക്ക് മുന്നിൽ ഞാനിതാ നിങ്ങളുടെ ശിക്ഷയുടെ മുന്നിൽ ഞാനിതാ വലിയ താക്കീതുകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പം നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപക്കങ്ങളിൽ അവിടെയുള്ള ചെറിയ മക്കളുടെ ചിന്തകളെ ആരെങ്കിലും റാഞ്ചിക്കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അതിനെതിരെ പ്രതിരോധം തീർക്കേണ്ടത് ഈ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണതിന് പരിഹാരം? നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്തിലുമുള്ള കൊച്ചുകുട്ടികളുമായിട്ട് തുറന്ന് സംസാരിക്കാൻ തയ്യാറാവുക. പരിശുദ്ധമായ റമദാൻ മാസമാണ് വരുന്നത്. അതോടൊപ്പം തന്നെ കുട്ടികളുടെ വെക്കേഷൻ സമയവുമാണ് വരുന്നത്. എന്തുകൊണ്ട് പ്രസക്തമായൊരു പ്രമേയത്തിലൂടെ നമ്മൾ നിർബന്ധമായും കടന്നു പോകേണ്ട കാലഘട്ടത്തിൽ തന്നെയാണുള്ളത്. അതിൻ്റെ വിശാലമായ അർത്ഥത്തിലും പ്രത്യേകമായ ഇപ്പോഴത്തെ സാഹചര്യത്തിൻ്റെയും പരിശുദ്ധമായ റമദാനിൻ്റെയും അതുപോലെ തന്നെ വെക്കേഷൻ പീരീഡിൻ്റെയും സമയത്ത് നമ്മൾ ഓരോരുത്തരും വീട്ടിലുണ്ടാകുന്ന സമയത്തും നമ്മുടെ ചുറ്റിലും കുട്ടികളുണ്ടാകുന്ന സമയത്തും അവരുടെ മനസ്സിലൂടെ എന്താണ് കടന്നു പോകുന്നത് എന്നതിനെക്കുറിച്ച് നാം വ്യാകുലപ്പെടേണ്ട കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾക്കറിയാം, കുറച്ചും വർഷങ്ങളായിട്ട് പരിശുദ്ധമായ റബീഉൽ അവ്വൽ വരുന്ന സമയത്ത് നമ്മൾ സുഹ്ബ നടത്താറുണ്ടായിരുന്നു. ആ സുഹ്ബയിൽ പരസ്പരം നമ്മൾ കൂടിയിരുന്നു കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവചരിത്രം പരസ്പരം പങ്കുവെക്കാറുണ്ടായിരുന്നു. ഓരോരുത്തരും തിരുജീവിതത്തിൻ്റെ വളരെ മഹിതമായ അധ്യായങ്ങൾ പഠിച്ചു വരികയും പരസ്പരം അത് കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്ന വളരെ മനോഹരമായ കാഴ്ച. അത് വേണമെങ്കിൽ നമുക്ക് ഇത്തരമൊരു പ്രതിസന്ധിക്ക് ഒരു പരിഹാരമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്, പരിഹാരമായിട്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പം നമ്മുടെ ചുറ്റിലുമുള്ള വിദ്യാർത്ഥികൾ, നമ്മുടെ ചുറ്റിലുമുള്ള കുട്ടികൾ, അവർ വിദ്യ അഭ്യസിക്കുന്നവരാവട്ടെ അല്ലെങ്കിൽ കൊച്ചുകുട്ടികളാവട്ടെ, പറഞ്ഞത് മനസ്സിലാക്കാൻ കഴിയുന്ന വിദ്യാർത്ഥികളായിട്ടുണ്ടെങ്കിൽ, പറഞ്ഞത് മനസ്സിലാക്കാൻ കഴിയുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം പറഞ്ഞു കൊടുക്കണം. പരിശുദ്ധമായ റമളാനിൻ്റെ ദിനരാത്രങ്ങളിൽ അവരെ നമ്മുടെ കൂടെ കിടത്തിയും നമ്മുടെ കൂടെ സംസാരിപ്പിച്ചും ഒരു കുറഞ്ഞ സമയമെങ്കിലും നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനുള്ള തൻ്റെ ഇടം നമ്മൾ കാണിക്കേണ്ടതുണ്ട്. അതിനുള്ള ശേഷി നമ്മുടെ സുഹബ കൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ റെഫറൻസായിട്ട് IPB പ്രസിദ്ധീകരിച്ചിരിക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഉപയോഗപ്പെടുത്താം. കുറച്ചുകൂടി ആഴത്തിൽ നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടി മുഹമ്മദ് അബ്ദു യമാനിയുടെ അല്ലിമു ഔലാദക്കും മഹബ്ബത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഗ്രന്ഥം ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത് വളരെ ചെറിയൊരു ഗ്രന്ഥമാണത്. അല്ലിമു ഔലാദക്കും മഹബ്ബത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെ ഒരർത്ഥത്തിൽ ഞെട്ടിച്ച ഒരു ഗ്രന്ഥമാണത്. അതിൻ്റെ തലവാചകം തന്നെ, ആ ഗ്രന്ഥത്തിൻ്റെ തലവാചകം തന്നെ ഒരുപാട് കോപ്പികൾ വിറ്റുപോവുകയും ഒരുപാട് കോപ്പികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു കൃതിയാണ് അല്ലിമു ഔലാദക്കും മഹബ്ബത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ ചെറിയ ചെറിയ അധ്യായങ്ങളായിട്ട് കുഞ്ഞുങ്ങൾക്ക് ദഹിക്കുന്ന രൂപത്തിൽ തിരുനബി ചരിത്രത്തെ വളരെ മനോഹരമായി അടയാളപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നാം ചെയ്യേണ്ടത് കുഞ്ഞുങ്ങൾക്ക് നമ്മളില്ലാത്ത സമയത്ത് അവരുടെ ഹൃദയത്തിൽ മറ്റു പല ചിന്തകളും മറ്റു പലരും അവരുടെ മനസ്സുകളെ, അവരുടെ മനസ്സാകുന്ന സാമ്രാജ്യത്തെ അധിനിവേശം നടത്തിയിട്ടുണ്ട്. ആ സാമ്രാജ്യത്തിൽ പലതരത്തിലുള്ള അധിനിവേശങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നമുക്ക് സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും കൈത്തിരികൾ കുഞ്ഞുനാളിൽ തന്നെ കത്തിച്ചു കൊടുക്കാൻ സാധിക്കണമെങ്കിൽ ഒരു പ്രബോധകൻ ഇപ്പോൾ തന്നെ ഈ നിമിഷത്തിൽ തന്നെ ഉണർന്നിരിക്കേണ്ടത് അനിവാര്യമാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ വിദ്യാർത്ഥികളുമായിട്ട് അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളുമായിട്ട് നമുക്കൊരു ഇൻട്രാക്ഷൻ സാധ്യമാകുന്നു. അവർക്ക് ചോദിക്കാനുള്ളതൊക്കെ ചോദിക്കാൻ പറ്റിയ ഒരാളായി നമ്മൾ അവരുടെ മുന്നിൽ സ്വയം അവരോധിതരാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പരിശുദ്ധമായ റമളാനിന് വേണ്ടി നമ്മൾ നാട്ടിലേക്ക് പോകുന്നു. നാട്ടിലുള്ള ചെറിയ പള്ളികളിലെയും നമ്മൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട്, ഇനി വലിയ പള്ളികളിലായാലും
സുബഹിക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സീറകളിൽ നിന്നുള്ള ഭാഗങ്ങൾ പ്രത്യേകമായിട്ട് മുതിർന്നവർക്കും നമ്മൾ കൈമാറാൻ തയ്യാറാവേണ്ടതുണ്ട്. അത് നമ്മൾ കൈമാറാൻ തയ്യാറായെങ്കിൽ മാത്രമേ ഹൃദയത്തിന് ഏൽക്കുന്ന പരിക്കുകളിൽ നിന്ന് സമൂഹത്തെ രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാത്തിനുമുള്ള പരിഹാരം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയുടെ ബാലശാലയിൽ നിന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാത്തിനുമുണ്ട്. നമ്മളൊരു പക്ഷേ ഒരു സമൂഹത്തിന് മുന്നിൽ അല്ലെങ്കിൽ ഒരു പ്രഭാഷണം നടത്തുമ്പോൾ അത് കേൾക്കുന്ന ശ്രോതാക്കളുടെ മുന്നിൽ ഒരു ഹദീസ് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ശകലങ്ങൾ നമ്മൾ അവരുടെ മുന്നിൽ വളരെ കൃത്യവും വ്യക്തവുമായിട്ട് അവതരിപ്പിക്കുകയാണെങ്കിൽ, അവ്യക്തതയോടുകൂടി പറയുന്നതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, വളരെ വ്യക്തമായിട്ട് നമ്മളത് ആഴത്തിൽ പഠിച്ച് അവതരിപ്പിക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ ഒരു പക്ഷേ സമൂഹത്തിൽ നിന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ പറയുന്നതെങ്കിൽ, ആ പ്രഭാഷണം കേൾക്കുന്ന, ആ ക്ലാസ് കേൾക്കുന്ന ഒരു 10 പേർക്ക് നമ്മൾ ഉദ്ദേശിക്കാത്ത പലതരത്തിലുമുള്ള ഉത്തരങ്ങൾ മനസ്സിലാകുന്നത് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവചരിത്രത്തിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിയുന്ന ഒരു സത്യമാണ്. കാരണം എന്താണ്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതാണ് അതിൻ്റെ മറുപടി, കാന ഖുലുഖുഹു അൽ ഖുർആൻ. അവിടുത്തെ ജീവിതം എന്ന് പറയുന്നത് പരിശുദ്ധമായ ഖുർആനായിരുന്നു. പരിശുദ്ധമായ ഖുർആനിൻ്റെ ആന്തരികാർത്ഥങ്ങളിലേക്ക് നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാൻ സാധ്യമല്ല. ഓരോരുത്തരുടെയും അറിവും പാകവും അനുസരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് പരിശുദ്ധമായ ഖുർആൻ. അപ്പോൾ ഹുദൈബിയ സന്ധിയിലുണ്ടായിരുന്ന സംഭവ വികാസങ്ങളും അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങളും ഉദാഹരണമായിട്ട് നമ്മൾ ഒരു ദിവസം സുബ്ഹി നിസ്കാരത്തിന് ശേഷം പള്ളിയിൽ വെച്ച് അവിടെയുള്ള മുതിർന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ ആ ചരിത്രം സമൃദ്ധമായി പഠിക്കണം. നമ്മുടെ കീശയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വിവരണങ്ങളോ മറ്റോ അതിലേക്ക് കടന്നുകൂടാൻ പാടില്ല. കൃത്യമായിട്ട് അക്ഷരാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ശരിക്കങ്ങ് പഠിച്ചതിന് ശേഷം പറയുക. നമ്മുടെ ഭാഗത്തു നിന്ന് പൊലിപ്പിക്കലുകളോ തൊങ്ങൽ വെക്കലുകളോ കൂട്ടിച്ചേർക്കലുകളോ ഉണ്ടാകുമ്പോൾ അത് ചരിത്രത്തെ അപമാനിക്കലായി മാറും എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. കാരണം ഒരു പ്രത്യേക സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എടുത്തിരിക്കുന്ന നിലപാടുകളെ കൃത്യമായിട്ട് നാം വരച്ചു പറഞ്ഞു കൊടുക്കുന്നില്ലെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ മഹത്തായ സന്ദേശത്തോട് നമ്മൾ ചെയ്യുന്ന അപമര്യാദയായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ 30 ദിവസത്തേക്ക് വേണ്ടി തയ്യാറാവുകയാണെങ്കിൽ 30 ദിവസത്തേക്കും ഒരു പ്രബോധകൻ തൻ്റെ വീട്ടിലും നാട്ടിലും പറയാനുള്ള സന്ദേശം എന്താണെന്ന് വെച്ചാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത സന്ദേശമാണ്. എന്താണ് ഇങ്ങനെ പറയേണ്ടി വന്നതിൻ്റെ സാങ്കത്യം എന്നുകൂടി നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. കാരണം നമ്മുടെ ചുറ്റിലും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ കാര്യം വളരെയധികം പരിതാപകരമായ ഘട്ടത്തിലേക്കാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു പ്രബോധകൻ എന്ന നിലക്ക് നാം വളരെയധികം വ്യാകുലപ്പെടേണ്ട ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു, നേരത്തെ ഇവിടെ നടന്നിരുന്ന പ്രബോധനങ്ങളെന്ന് പറയുന്നത് ഏറെക്കുറെ വാളുകളിൽ നിന്നും അതുപോലെ തന്നെ പാതിരാ വാളുകളിൽ നിന്നും മറ്റൊക്കെ ആയിരുന്നു ലഭിച്ചിരുന്നത് എങ്കിൽ ഇന്നത് ലഭിക്കാതെ പോവുകയാണ്. ഇന്നത് ലഭിച്ചതുകൊണ്ടും കാര്യമില്ലാതെ പോവുകയാണ്. കാരണം നേരത്തെ കിളച്ച് മറിച്ച് പാകപ്പെടുത്തിയിരുന്ന ഫലഭൂഷ്ഠമായ മണ്ണിലേക്കാണ് പ്രബോധിതർ അല്ലെങ്കിൽ ഉസ്താദുമാർ അതിൻ്റെ വിത്തുകൾ എറിഞ്ഞു കൊടുത്തിരുന്നതെങ്കിൽ ഇന്നത് സ്വീകരിക്കാൻ പറ്റാത്ത വിണ്ടുകീറിയ നെൽപ്പാടങ്ങളെപ്പോലുള്ള മനസ്സുകളിലേക്ക് തരിശായി കിടക്കുന്ന ഭൂമിയിലേക്കാണ് നാം വിത്തുകൾ എറിഞ്ഞു കൊടുക്കുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു കേവല പ്രബോധനം അല്ലെങ്കിൽ ഒരു പ്രഭാഷണം കൊണ്ട് മാത്രം കാര്യമായില്ല. ആ പ്രഭാഷണം കഴിഞ്ഞ് പോകുന്ന സമയത്തൊരു 10 പേരുണ്ടെങ്കിൽ നമ്മുടെ പ്രഭാഷണം അവരെ ഏത് വിധത്തിൽ സ്വാധീനിച്ചു എന്ന് അവരുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ ഒരു പുതിയ കാലത്തെ പ്രബോധകൻ എന്ന നിലയ്ക്ക് നിങ്ങൾക്കും എനിക്കും സാധിക്കേണ്ടതുണ്ട്. ചില സന്ദേഹങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരുണ്ടാകും. അവരെ വിളിച്ചിരുത്തി അവർക്ക് വ്യക്തിപരമായിട്ട് വിഷയങ്ങൾ വിശദീകരിച്ചു കൊടുക്കേണ്ട കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയ കാലത്തൊക്കെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പുകളും മറ്റുമൊക്കെ നടത്തും. അതിൽ പൊതുവെ മൊത്തത്തിൽ ചില നിയമങ്ങളും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും. വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കോളറ പകരാനുള്ള സാധ്യതയുണ്ട്, അതിന് ഇന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, എല്ലാവരും അത് കേട്ടങ്ങ് പോയാൽ മതി.
പക്ഷേ ഇന്ന് ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം പൊതുവായ ചികിത്സയ്ക്ക് പുറമെ പ്രത്യേകമായിട്ട് പരിഗണന ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വ്യക്തിപരമായി സംസാരിക്കുകയും നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചറിയാനുള്ള തൻ്റെ ഇടം എൻ്റെ മുന്നിലിരിക്കുന്ന ഓരോ വിദ്യാർത്ഥികളും കാണിക്കുന്നിടത്താണ് നമ്മുടെ ഈ പ്രസ്ഥാനം വിജയിക്കുന്നത്, നമ്മുടെ ഈ കോളേജ് വിജയിക്കുന്നത്. നമ്മുടെ പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിജയം അവിടെയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മൾ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് കൃത്യമായ അജണ്ടകളുമായിട്ടാണ് നാം പോകേണ്ടത്. അത് കേവലം നാട്ടിലേക്ക് പോകുന്ന സമയത്ത് മാത്രമല്ല, നമ്മുടെ യാത്രകളിലും നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങളിലും ഒരു കൃത്യമായ അജണ്ട നമുക്കുണ്ടായിരിക്കണം. എന്താണ് അജണ്ട? പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ഏതെങ്കിലും സന്ദേശത്തിന് എവിടെയെങ്കിലും മുറിവേൽക്കുന്നുണ്ടെങ്കിൽ അത് വളരെ സമർത്ഥമായി തിരുത്തിക്കൊടുക്കാനും അതുപോലെ തന്നെ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ വളരെ സ്നേഹത്തിൻ്റെ പാന്താവിലേക്ക് അവരെ മനോഹരമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് കൈപിടിച്ചു കൊണ്ടുവരുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പം ഇങ്ങനെ ആകെ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് പ്രതീക്ഷകളില്ലാതെ പോവുകയല്ല, നമുക്ക് പ്രതീക്ഷകൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നേരത്തെ നാട്ടിൻപുറങ്ങളിൽ ഒരു ഉസ്താദ് പ്രബോധനം നടത്തുന്ന സമയത്ത് അതിന് എതിർപ്പുകളും അതുപോലെ തന്നെ പ്രതിഷേധ സ്വരങ്ങളും ഒറ്റക്കെട്ടായിട്ട് പോലും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരുന്നു നേരത്തെ കഴിഞ്ഞുപോയത്. ഇന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ആമുഖത്തിൽ തന്നെ നമ്മൾ പറഞ്ഞല്ലോ, ഓരോരുത്തരും അവരവരുടെ കാലത്ത് അവരവരുടെ ലോകത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ പറയുകയുണ്ടായി. അതിന് ഒരു പ്രതിലോമകരമായ ഭാഗമുണ്ടെങ്കിലും ഒരു നെഗറ്റീവായ ഭാഗമുണ്ടെങ്കിലും അതിനൊരു പോസിറ്റീവായൊരു ഭാഗം കൂടി ബാക്കിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതെന്താണ്? അത് വ്യക്തിപരമായിട്ട് പ്രബോധനം നടത്താനുള്ള എളുപ്പമാർഗമാണത്. കാരണം ഓരോരുത്തരും അവരവർക്ക് സ്വന്തമായിട്ടുള്ള ലോകം അതാണ് ഏറ്റവും വലുത് എന്ന് കരുതി അവർ പോലും അറിയാതെ അവിടവിടങ്ങളിൽ ജീവിക്കുമ്പോൾ ആ വ്യക്തിപരമായ ലോകത്തേക്ക് നമ്മൾക്ക് കടന്നു ചെല്ലാൻ സാധിക്കും. ഇതിൻ്റെ ഗുണകരമായ വശങ്ങളാണ്. ഏത് പ്രതിസന്ധികൾ കടന്നു വന്നാലും എത്ര കുഴപ്പങ്ങൾ കടന്നു വന്നാലും ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രിയാത്മകമായിട്ടുള്ള ഒരു വാതിൽ കൂടി അവിടെ തുറന്നിട്ടിട്ടാണ് ഏത് പ്രതിസന്ധിയും കടന്നു വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്ത് തരത്തിൽ കുഴപ്പങ്ങൾ കയറി വന്നാലും പുതിയ പുതിയ കാലത്തിൻ്റെ എന്തൊക്കെ കുഴപ്പങ്ങൾ കടന്നു വരുന്നുണ്ടെങ്കിലും ഒരു പ്രബോധനത്തിൻ്റെ ഒരു 2 വാതിലെങ്കിലും അവിടെ തുറന്നിടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ന്യൂ ജനറേഷൻ കാലത്തെ വിദ്യാർത്ഥികൾ അവരവരുടെ ട്രെൻഡിനനുസരിച്ചും അവർ മനസ്സിലാക്കിയതിനനുസരിച്ചും ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവരിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു പക്ഷേ നേരത്തെയുള്ള തലമുറയേക്കാൾ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ അവർ സന്നദ്ധരായിരിക്കും. എന്താ കാരണം അവരവരുടെ മനസ്സ് തുറന്നു വച്ചിരിക്കുകയാണ്. ഈ തുറന്നു വച്ചിരിക്കുന്ന മനസ്സുകളിലേക്ക് എപ്പോഴും അധർമ്മങ്ങളും അക്രമങ്ങളും അനീതിയും മാത്രം കടന്നു വരണമെന്ന് നാം തീരുമാനിക്കാൻ പാടില്ല. നമ്മൾ തീരുമാനിക്കേണ്ടത് ആ തുറന്നു വച്ചിരിക്കുന്ന മനസ്സിലേക്ക് വിശുദ്ധമായ ഇസ്ലാമിൻ്റെ മനോഹരമായ അധ്യാപനങ്ങളുമായിട്ട് ഒരു തൂക്കുറാന്തലുമായിട്ട് ഒരു പ്രബോധകൻ അങ്ങോട്ട് കടന്നു വരണം, അവിടെ വെളിച്ചം പകരാൻ സാധിക്കണമെന്നുള്ളതാണ്. അപ്പം നമ്മൾ സമൂഹത്തെ എപ്പോഴും പ്രതിലോമകരമായിട്ട് മാത്രം കാണാൻ പാടില്ല. ആളുകളൊന്നും നന്നാവില്ല, ആളുകളോട് പറഞ്ഞിട്ട് കാര്യമില്ല, ആളുകളൊക്കെ അവരവരുടേതായ ലോകത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് നമ്മൾ പിന്നോട്ട് പോകുന്നതിന് പകരം ഒരു പ്രബോധകൻ എന്ന നിലയ്ക്ക് നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനത്തെ ഒരു കാലത്ത് എനിക്കുള്ള പല എളുപ്പവഴികളും അവിടെ തുറക്കപ്പെട്ടിട്ടുണ്ട്, ഞാനുമായി സംവദിക്കാൻ സംസാരിക്കാൻ ഏതൊരു മനുഷ്യനും തയ്യാറാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത് എന്ന് മനസ്സിലാക്കാൻ നമ്മൾക്ക് ശേഷിയുണ്ടാവണം. അപ്പോൾ അവനെ സമീപിക്കണം. വ്യക്തിപരമായി സമീപിക്കുന്നതിന് നേരത്തെയുള്ള തടസ്സങ്ങളൊക്കെ ഒഴിഞ്ഞുപോയി. കാരണം കാലഘട്ടം ഇങ്ങനെ തുറന്നു വച്ചിരിക്കുകയാണ്, ആർക്കും ആരുമായി സംവദിക്കാം. നേരിട്ട് സംവദിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയ വഴി തന്നെ സംവദിച്ചുകൊണ്ട് തുടക്കങ്ങളിടാം. അതിനുശേഷം വ്യക്തിപരമായിട്ട് കുറഞ്ഞ സമയങ്ങളെങ്കിലും അസറിന് ശേഷം പോലുള്ള മറ്റ് സമയങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തി ആ വ്യക്തിയുടെ മനസ്സിൽ കയറിക്കൂടിയിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ പഠിക്കുക. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ആ വ്യക്തിയെ നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ തന്നെ പഠനമാണ്. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് മുഹയ്യിസുന്ന പൊന്മള ഉസ്താദിൻ്റെ അഭിമുഖത്തിൽ കേൾക്കാനിടയായി. ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, ഉസ്താദിൻ്റെ വൈജ്ഞാനികമായ മേഖലകളിലേക്കുള്ള കടന്നുവരവിന് ഉസ്താദിനെ സഹായിക്കുന്നത് തന്നെ ഉസ്താദ് കോളേജിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു മാസികയിൽ
ഒരു ചോദ്യോത്തര പങ്ക്തി കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഉസ്താദിനെ ഏൽപ്പിക്കുകയാണ്. ഉസ്താദ് അവർകൾ തൻ്റെ ഉസ്താദന്മാരോടൊക്കെ അന്വേഷിച്ച് ആ കാര്യം ഏറ്റെടുത്തു. നമ്മൾ ചിന്തിക്കണം, ഒരു പ്രബോധകന്, ഒരു പണ്ഡിതനെ വാർത്തെടുക്കപ്പെടുന്നതിൻ്റെ സാഹചര്യങ്ങൾ. നമ്മുടെ ചുറ്റിലും നമ്മളെ വാർത്തെടുക്കാൻ പറ്റിയ സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ആ സാഹചര്യങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങൾ. എൻ്റെ ചുറ്റിലുള്ളൊരു വിദ്യാർത്ഥി, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ, അല്ലെങ്കിൽ എൻ്റെ കുടുംബക്കാരൻ, അവൻ സന്ദേഹവാദിയായി പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? അതിനെങ്ങനെ മറുപടി പറയാം, അവനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം എന്നതിൻ്റെ ഒരു സാഹചര്യം എനിക്ക് കൂടി ഉണ്ടാവുകയാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കുമ്പോൾ ഞാൻ അത് അറിയാതെ പഠിച്ചു പോവുകയാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഉസ്താദ് അവർകൾ അന്നത്തെ അൽ മുബാറക്ക് പത്രത്തിലുള്ള ചോദ്യോത്തര പങ്ക്തി ഏറ്റെടുത്തു. നേരത്തെ വലിയ വലിയ ഉസ്താദുമാർ കൈകാര്യം ചെയ്തിരുന്ന പങ്ക്തിയായിരുന്നു. നിർബന്ധപൂർവം അവരെ ഏറ്റെടുക്കാൻ പറഞ്ഞ ഉസ്താദ് അവർകൾ അത് ഏറ്റെടുത്തു. എന്നിട്ട് അതിനുവേണ്ടി ചോദ്യങ്ങൾ വരുമ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് ദൂരദിക്കിലുള്ള കുതുബ്ഖാനകളിൽ, ലൈബ്രറികളിൽ പോയിരുന്നു കൊണ്ട് വിശദമായ വായനകൾ നടത്തിയിട്ട് താൻ എത്തിച്ചേരുന്ന ഒരു സംക്ഷിപ്തത്തിൽ, ഒരു ഉത്തരത്തിൽ ആ ഉത്തരം തൻ്റെ ഗുരുക്കന്മാരെ കാണിച്ചുകൊണ്ട് ഉറപ്പുവരുത്തുക കൂടി ചെയ്തു. അതിനുശേഷം അൽ മുബാറക്ക് പത്രത്തിലെ മുഫ്തിയായിട്ട് ഉസ്താദ് അവർകൾ ഉത്തരം കൊടുക്കുകയുണ്ടായി. നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ പൊന്മള ഉസ്താദ് എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതനെ രൂപപ്പെട്ട് നമ്മുടെ കേരളത്തിൻ്റെ മഹാഭാഗ്യമായി മാറിയത് എന്ന് നമുക്ക് ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പേരോട് ഉസ്താദിൻ്റെ കാര്യം എടുത്താലും അങ്ങനെ തന്നെയാണ്. നാദാപുരത്തും കുറ്റ്യാടി പ്രദേശങ്ങളിലും ഉണ്ടായിരുന്ന വിദ്യാർത്ഥികാരുടെ വിളയാട്ടങ്ങൾക്ക് അവരുടെ മനസ്സിലുണ്ടാകുന്ന ഏതൊക്കെ ചോദ്യങ്ങളാണെന്ന് കണ്ടെത്തുകയും അതിന് ഉത്തരം കണ്ടെത്താനുള്ള വ്യഗ്രത ഉള്ളിൽ നിന്ന് പുറപ്പെടുകയും അതിനു വേണ്ടിയിട്ട് നീണ്ട യാത്രകൾ നടത്തിയിട്ട് പലപ്പോഴും പല ഗ്രന്ഥങ്ങളും കിട്ടാക്കനിയാകുന്ന സന്ദർഭത്തിൽ ദൂരദിക്കിലുള്ള ലൈബ്രറികളിൽ പോയിരുന്ന് ദിവസങ്ങളോളം വായനയിൽ ഏർപ്പെടേണ്ട ആവശ്യം വരികയുണ്ടായി. നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മളിന്ന് പറയും പലപ്പോഴും അന്നത്തെ സാഹചര്യത്തിൽ അവരൊക്കെ രൂപപ്പെട്ടു, അവരെ സാഹചര്യങ്ങൾ രൂപപ്പെടുത്തിയതാണെന്ന്. എന്നാൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മളെ രൂപപ്പെടുത്താനിരിക്കുന്ന 100 കൂട്ടം സാഹചര്യങ്ങൾ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അന്നത്തെ പോലെ 1-2 സാഹചര്യങ്ങളല്ല. കാരണം പലർക്കും വേണ്ടത് പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ്. ഒരു വിശ്വാസിക്ക് വേണ്ട ട്രീറ്റ്മെൻ്റ് അല്ല മറ്റൊരു വിശ്വാസിക്ക് വേണ്ടത്. ചിലപ്പോൾ മതപരമായിട്ട് അറിവുകൾ നേടാൻ താല്പര്യമുള്ള നമ്മുടെ നാട്ടിൽ വയസ്സ് ചെന്ന ഒരു വൃദ്ധൻ, അയാൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രഭാഷണങ്ങളെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയായിരിക്കും. നാം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അദ്ദേഹം കേട്ടുകൊണ്ടിരിക്കുന്ന മതപ്രഭാഷണം എന്ന അദ്ദേഹത്തിന് യൂട്യൂബിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു പ്രഭാഷണം, അതേക്കുറിച്ച് ചിലപ്പോൾ അഹ്ലുസുന്നക്ക് വിമർശനമുള്ള പ്രഭാഷണമായിരിക്കും, അഹ്ലുസുന്ന കേൾക്കരുതെന്ന് പറഞ്ഞ പ്രഭാഷണമായിരിക്കും, അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിനെ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന, വിദ്യാർത്ഥിയിലേക്ക് അയാളെ എത്തിക്കുന്ന പ്രഭാഷണമായിരിക്കും. അവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്, നിങ്ങൾ ഇതല്ല കേൾക്കേണ്ടത്. ഈ പ്രഭാഷണം കേട്ടാൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന നിങ്ങളുടെ വിശ്വാസത്തിനേൽക്കുന്ന പോറൽ എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. പകരം നാം നിശബ്ദരായി പോരുന്ന ഘട്ടമുണ്ടാവരുത്. അതിനും മുകളിൽ ഇതാരുടെ പ്രഭാഷണമാണെന്ന് നമുക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയും ഉണ്ടാവരുത്. അതതിനേക്കാൾ അപകടം ചെയ്യും. നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഒരു പ്രബോധകൻ എന്ത് ചെയ്യണം? പ്രബോധകൻ പ്രധാനമായിട്ടും തൻ്റെ ധിഷണയെ, തൻ്റെ ശ്രദ്ധയെ പ്രഭാവിതമാക്കി വെക്കേണ്ടതുണ്ട്. ശ്രദ്ധയെ പ്രഭാവിതമാക്കി വെക്കുമ്പോൾ ചുറ്റിലുമുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതിന് ജ്ഞാനത്തിൻ്റെ വെളിച്ചം ആവശ്യമാണ്. ജ്ഞാനത്തിൻ്റെ വെളിച്ചം കൊണ്ട്, അറിവിൻ്റെ വെളിച്ചം കൊണ്ട്, ഇൽമിൻ്റെ വെളിച്ചം കൊണ്ട് നമ്മുടെ ശ്രദ്ധയെ പ്രോജ്വലിപ്പിച്ച് നിർത്തേണ്ടതുണ്ട്. അങ്ങനെ പ്രോജ്വലിപ്പിച്ച് നിർത്തിയ ശ്രദ്ധയുള്ള ഒരാളുടെ ചുറ്റിലും എത്രമാത്രം അധർമ്മങ്ങൾ എങ്ങനെയൊക്കെയാണ് കടന്നു വരുന്നത് എന്ന് കൃത്യമായിട്ട് അയാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ സമൂഹത്തിന് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് വലിയ ഒരു വഴികാട്ടിയായി മാറാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മുടെ ചുറ്റിലും പ്രബോധകൻ എന്ന നിലയ്ക്ക് ഒരുപാട് സാധ്യതകളും സാഹചര്യങ്ങളും നമ്മുടെ മുന്നിൽ മലർക്കെ തുറക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമുക്കത് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ല എന്ന് വന്നാൽ നാം ഒരു ശരിയായ പ്രബോധകനല്ല. ഓരോ അസുഖങ്ങളെയും അതിൻ്റെ തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കുക എന്നതാണ് ഒരു വിശുദ്ധരൻ്റെ, ഒരു വൈദ്യൻ്റെ, ഒരു ഡോക്ടറുടെ ഏറ്റവും വലിയ സിദ്ധി, ഏറ്റവും വലിയ കഴിവതാണ്. ഒരാൾക്ക് രോഗം വന്ന്
ക്യാൻസറൊക്കെ ബാധിച്ച് 4ാമത്തെ 5ാമത്തെ സ്റ്റേജിലെത്തുന്നതിന് മുന്നേ തന്നെ 1ാം സ്റ്റേജിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഡോക്ടറാണ് അതിവിദഗ്ധനായ ഡോക്ടർ. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ചുറ്റിലും നമ്മുടെ വിശ്വാസത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന വൈറസുകളെ മനസ്സിലാക്കാനും അത് ഒരാളെ എങ്ങോട്ടെത്തിക്കുമെന്ന് നേരത്തെ തന്നെ പ്രവചിക്കാൻ കഴിയുന്ന ഒരാളായി മാറുക എന്ന് പറഞ്ഞാൽ അതാണ് ശരിയായ പ്രബോധകൻ്റെ ദൗത്യം. നേരത്തെ അതെനിക്ക് മനസ്സിലായിരുന്നു, പക്ഷെ അന്ന് നമ്മളൊന്നും പറഞ്ഞില്ല എന്ന് പറയുന്നതിന് പകരം നേരത്തെ തന്നെ നമ്മളത് പറയുകയും അതിനു വേണ്ടിയുള്ള ചികിത്സ നൽകുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കാര്യം. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഇതാണ് ഒരു പ്രബോധകൻ്റെ നിലപാട്. എന്താണ്? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരുണ്ട്? അല്ലാഹു തആല ചോദിക്കാൻ ആരുമില്ല. നാവെന്ന് പറയുന്ന നമ്മുടെ ഈ ജിഹ്വ, ഇത് നമുക്ക് ഉപയോഗിക്കാം, എങ്ങനെയും ഉപയോഗിക്കാം. പക്ഷേ അത് ഏറ്റവും സാർത്ഥകമായ രൂപത്തിൽ ഉപയോഗിക്കുന്നവൻ ആരാണെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഉപയോഗിക്കുക എന്ന് പറഞ്ഞത്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ അള്ളാഹുവിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഒരാൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ അയാളെ വീണ്ടും തിരിച്ച് അള്ളാഹുവിലേക്ക് അടുപ്പിക്കേണ്ടതും നമ്മുടെ ദൗത്യമാണ്. അയാൾ ബിദ്അത്തിലേക്ക് പോകുന്നെങ്കിൽ, അയാൾ യുക്തിവാദത്തിലേക്ക് പോകുന്നെങ്കിൽ, അല്ലെങ്കിൽ തീരെ ജനിച്ചത് മുതൽ വിശ്വാസത്തിൻ്റെ വെളിച്ചം കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യന് പോലും അള്ളാഹുവിൻ്റെ വിശ്വാസത്തിലേക്കുള്ള മഹത്തായ വഴി നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ മഹാഭാഗ്യമാണ്. അല്ലാഹു തആല പറഞ്ഞു, കഴിഞ്ഞില്ല, അതിനൊരു കണ്ടീഷൻ കൂടെ പറഞ്ഞു, വഅമില സാലിഹൻ, സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യാം. മൻ അഹ്സന ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സാലിഹൻ. കഴിഞ്ഞില്ല, വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കുക കൂടി ചെയ്യുന്ന ഒരാളാവുക. അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ക്ഷണിക്കുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക, ഞാനൊരു മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കാൻ ഒരു തരത്തിലുമുള്ള കോംപ്ലക്സും ഇല്ലാത്ത മനുഷ്യനായി മാറുക എന്നുള്ളതാണ്. എന്തൊരു മനോഹരമാണ്. അപ്പോൾ ഇസ്ലാമാകുന്ന നമ്മുടെ ഈ ആദർശത്തെ നമ്മൾ എന്തെങ്കിലും കാരണം കൊണ്ട്, നമ്മുടെ മനസ്സിൻ്റെ വികാസമില്ലാത്തത് കൊണ്ട്, നമുക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ളതിൻ്റെ പേരിൽ എവിടെയെങ്കിലും നമ്മൾ മാറ്റിവെക്കേണ്ടി വരുന്നത് അപകടകരമായ പരിണിതിയാണ്. രാഷ്ട്രീയത്തിൻ്റെ പേരിൽ തൊപ്പിയാകുന്ന ഇസ്ലാമിൻ്റെ സൂചകങ്ങളെ, അതിനെക്കുറിച്ചത് ഇസ്ലാമിൻ്റെ സൂചകമല്ലെന്ന് മാറ്റി സംസാരിക്കേണ്ടി വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. എന്തിനാണ് അങ്ങനെ മാറ്റി പറയേണ്ടി വരുന്നത്? ഭൗതിക ലോകത്തെ അധികാരത്തിന് വേണ്ടിയാണോ? ഇസ്ലാമിൻ്റെ അടയാളങ്ങളായി കാണുന്നതൊക്കെ ഇത് നമ്മുടെ അടയാളമാണെന്ന് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു മനുഷ്യനായി ലോകത്തിൻ്റെ മുന്നിൽ എഴുന്നു നിൽക്കാൻ കഴിയുന്ന മനുഷ്യനായിരിക്കണം. അതിൻ്റെ പേരിൽ നമ്മുടെ മനസ്സിലൊരു ഇൻഫീരിയോറിറ്റി ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മൾ നാട്ടിൽ പോകുന്ന സമയത്ത് നാം നമ്മുടെ പൂർണ്ണമായ വസ്ത്രത്തിൽ, അപൂർണമായ വസ്ത്രത്തിലല്ല, അവിടെ കടന്നു ചെല്ലുന്ന സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടത് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ എന്ന ഇസ്ലാമിൻ്റെ ഐഡൻറ്റിറ്റിയോടുകൂടി എനിക്ക് എവിടെയും കടന്നു ചെല്ലാമെന്ന ഒരു ആത്മബോധത്തിലേക്ക്, ആത്മനിർവൃതിയിലേക്ക് ഒരു വിശ്വാസി കടന്നു ചെല്ലുമ്പോഴാണ് ഒരാൾ പൂർണ്ണമായിട്ടൊരു പ്രബോധകനായി എന്ന് ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതിരുന്നാൽ ഒരു പ്രബോധകന് തന്നെ തൻ്റെ കാര്യത്തിൽ ഉറപ്പില്ലെങ്കിൽ അയാൾക്ക് എങ്ങനെയാണ് അതിലേക്ക് ക്ഷണിക്കാൻ സാധിക്കുക? ഒരു വൈദ്യൻ, ഒരു ഡോക്ടർ, അദ്ദേഹം ആചരിച്ചു കൊണ്ടിരിക്കുന്ന ആ വൈദ്യ ശാസ്ത്രത്തിനെക്കുറിച്ച് അദ്ദേഹത്തിന് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ പിന്നീട് അങ്ങനെയാണ് അദ്ദേഹത്തിന് ചികിത്സിക്കാൻ സാധിക്കുക. അതുകൊണ്ട് നമ്മൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ പ്രബോധനത്തിനാണെന്നും അതിനേക്കാൾ വലിയ സത്യമില്ലെന്നും പരിശുദ്ധമായ ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിച്ചത്. അപ്പോൾ നല്ല കോൺഫിഡൻസോട് കൂടിയായിരിക്കണം നമ്മൾ ഇറങ്ങേണ്ടത്. രാവിലെ സുബഹിക്ക് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുമ്പോൾ മുഖത്ത് ഈമാനിൻ്റെ പ്രകാശം കാണുന്ന കോൺഫിഡൻസോട് കൂടിയായിരിക്കണം നമ്മൾ പള്ളിയിലേക്ക് പോകേണ്ടത്. അപ്പോഴാണ് മറ്റുള്ളവർക്ക് നമുക്ക് ആ വഴി എളുപ്പമുള്ള വഴിയാണെന്ന് കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നത്. നമ്മൾ തന്നെ നിരാശയോടുകൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ നമ്മളെ കണ്ടുവരുന്ന മനുഷ്യർക്ക് നിരാശയായിരിക്കും നമ്മൾ സമ്മാനിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പരിശുദ്ധമായ ബദർ വരുന്ന മാസമാണ് പരിശുദ്ധമായ റമളാൻ മാസം 17-ന്
ബദർ യുദ്ധത്തിലേക്ക് പോകുന്നത് നോമ്പുകാരായിട്ടാണെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ നോമ്പുകൾക്കൊക്കെ ഇനിയും എത്രയോ മൂർച്ചകൾ കൂടേണ്ടതുണ്ട് എന്ന് ബദരീങ്ങളുടെ ജീവിത പാഠങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കുകയാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റമദാൻ മാസം 17 നമ്മുടെ നാട്ടിലൊക്കെ ബദരീങ്ങൾ ആണ്ട് നടക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും ഉമ്മമാർക്കും കൂടെ എന്താണ് ബദർ എന്ന് പറഞ്ഞു കൊടുക്കാൻ നിങ്ങളുടെ സുഹ്ബയിൽ നിങ്ങൾക്ക് പോയിന്റുകൾ ഉണ്ടായിരിക്കണം. അപ്പോൾ വീട്ടിലെ കുടുംബ സദസ്സിൽ നമ്മൾ സംസാരിക്കണം. ആ കുടുംബ സദസ്സിൽ വെച്ചുകൊണ്ട് എന്താണ് ബദറിൻ്റെ പ്രസക്തി എന്ന് നമ്മുടെ വീട്ടിലിരിക്കുന്ന ഉമ്മമാർക്കും പെങ്ങന്മാർക്കും ഉപ്പക്കും അതുപോലെ തന്നെ സഹോദരങ്ങൾക്കുമൊക്കെ നടുവിൽ വെച്ചുകൊണ്ട് നമ്മളൊരു സംസാരം തുടങ്ങി വെക്കേണ്ടതുണ്ട്. അതിന് ഔപചാരികതകളുടെ ആവശ്യകതയില്ല. ഇന്ന് റമദാൻ 17 ബഹുമാനപ്പെട്ട ബദരീങ്ങൾ വളരെയധികം പ്രതിസന്ധികൾ സഹിച്ചുകൊണ്ട് നോമ്പുകാരായിട്ട് ആണ് ബദർ രണാങ്കണത്തിലേക്ക് കടന്നു പോകുന്നതെന്ന് പറയുമ്പോൾ ആരുടെയും രോമമെന്ന് എഴുന്നേറ്റ് നിൽക്കും. അത് ഈമാനിൻ്റെ ശക്തിയാണ്. ഈമാനിൻ്റെ ശക്തി എവിടെയൊക്കെ നമുക്ക് ഊരിക്കാച്ചി എടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ടോ അവിടെയൊക്കെ ആ അവസരങ്ങൾ നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. എവിടെയൊക്കെ ഈമാനിൻ്റെ സ്ഥലങ്ങൾ, ഈമാനികമായിട്ടുള്ള വെളിച്ചങ്ങൾ കത്തിച്ചെടുക്കേണ്ട ഇടങ്ങളുണ്ടോ അതൊക്കെ കത്തിച്ചെടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കുഞ്ഞുങ്ങൾ കിടക്കാൻ വേണ്ടിയിട്ട് കിടക്കപ്പായിലേക്കോ ബെഡിലേക്കോ പോകുന്ന സന്ദർഭത്തിൽ നാം ദിക്റുകൾ അവരെ ചൊല്ലി പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. നമ്മളും പഠിക്കേണ്ടതുണ്ട്. ബിസ്മിക റബ്ബി വളഅ്തു ജംബി എന്നൊക്കെ പറഞ്ഞ് നമ്മളതിൻ്റെ അർത്ഥമറിഞ്ഞുകൊണ്ട് മനസ്സിൽ നമ്മുടെ ശരീരത്തെ അള്ളാഹുവിന് വേണ്ടിയിട്ട് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ വിരിപ്പിലേക്ക് നമ്മുടെ ശരീരത്തെ വെച്ച് അള്ളാഹുവിലേക്ക് നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ആത്മാവിനെയും ഏൽപ്പിക്കുന്ന ഒരു മഹിതമായിട്ടുള്ള ആരാധനയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉറക്കമെന്ന് പറയുന്നത്. നമ്മൾ ഇത്രേ പറയേണ്ടതുള്ളൂ. വിശ്വാസിയുടെ ഉറക്കമെന്ന് പറഞ്ഞാൽ ബിസ്മിക റബ്ബി, പടച്ചവനെ നിൻ്റെ പേര് കൊണ്ട്, വളഅ്തു ജംബി എൻ്റെ പാർശ്വങ്ങൾ ഇതാ വച്ചിരിക്കുന്നു, വബിക അർഫഉഹു നിൻ്റെ പേരിൽ തന്നെ ഞാൻ അതിനെ അവിടുന്ന് ഉയർത്തുകയും ചെയ്യും, ഇൻ അംസക്ത നഫ്സി ഫർഹംഹ നീ എൻ്റെ ആത്മാവിനെ എങ്ങാനും പാതി മരണമാകുന്ന ഉറക്കിൽ പിടിക്കുകയാണെങ്കിൽ കരുണ ചെയ്തേക്കണേ എന്ന് അള്ളാഹുവോട് പറയണം. എന്തുമാത്രം മനോഹരമായ സംഭാഷണമാണ് നമ്മൾ അള്ളാഹുവോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വ ഇൻ അർസൽതഹ നിൻ്റെ കരുണ കൊണ്ട് എൻ്റെ ആത്മാവിനെ നീ മോചിപ്പിക്കുകയാണെങ്കിൽ, നീ പിടിച്ചെടുക്കുന്നില്ലെങ്കിൽ, രണ്ടാമത്തെ മരണമാകുന്ന പൂർണ്ണമായ മരണത്തിലേക്ക് നീ കൊണ്ടുപോകുന്നില്ലെങ്കിൽ, ഫഹ്ഫൽഹ ബിമാ തഹ്ഫളു ബിഹി ഇബാദക സ്സാലിഹീൻ നിൻ്റെ സാലിഹുകളായ സച്ചരിതരായിരിക്കുന്ന അടിമകളെ നീ എങ്ങനെയൊക്കെയാണ് അവരെ സംരക്ഷിച്ചിരിക്കുന്നത് അതുപോലെ നീ എനിക്ക് സംരക്ഷണം നൽകണമേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ആത്മാവിനെയും ശരീരത്തിനെയും അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചുകൊണ്ടാണ് ഒരു വിശ്വാസി കിടക്കുന്നത് എന്ന അതിൻ്റെ തത്വപരമായിട്ടുള്ള ദാർശനികപരമായിട്ടുള്ള ഉറക്കിൻ്റെ ഭാഗം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ആകുമ്പോൾ ഇസ്ലാമികമായ ജീവിതത്തിൻ്റെ അർത്ഥപൂർണമായ തലങ്ങൾ മനുഷ്യർ കണ്ടുകൊണ്ടിരിക്കും. ഇന്ന് നമ്മൾ ജീവിപ്പിച്ചെടുക്കേണ്ടത് അതാണ്. നമ്മൾ പറയും ഉറങ്ങുന്ന സമയത്ത് മൊബൈൽ നോക്കി ഉറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ് എങ്ങനെ ഉറങ്ങണമെന്ന് നമ്മൾ പറയുന്നില്ല. എന്തുകൊണ്ടാണ് നമ്മൾ മൊബൈൽ ഫോണിൽ എന്തെങ്കിലും കണ്ടുകൊണ്ട് അലക്ഷ്യമായി ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നതിൽ നിന്ന് നമ്മുടെ കൂട്ടുകാരെയും നമ്മളെ തന്നെയും സംരക്ഷിക്കേണ്ടത് എന്തുകൊണ്ടാണ്? ഇസ്ലാമികമായിട്ട് ഉറക്കെന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇവിടെ ഒരു പ്രബോധകൻ ജനിക്കുകയാണ്. ഒരു പ്രബോധനമെന്ന് പറയുന്നത് അതിസങ്കീർണമായൊരു സംഭവമൊന്നുമല്ല, ഏറ്റവും ലളിതമായ കാര്യമാണ്. കാരണം ജീവിതത്തിൻ്റെ ഏറ്റവും ലളിതമായ മേഖലകളെ കൂടി സ്പർശിക്കുന്ന മതമാണ് ഇസ്ലാം. ചിന്തിക്കേണ്ട കാര്യമാണ്. കൈ കഴുകി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ നമ്മുടെ വീട്ടിലെ കുട്ടികളെ ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. 100 കണക്കിന് ദിവസങ്ങളായിട്ട് ഗസയിലെ നമ്മുടെയൊക്കെ പ്രായമുള്ള കൊച്ചുകുട്ടികൾ ഭക്ഷണവും വെള്ളവും കിട്ടാതെ മരണത്തെ മുഖാമുഖം കണ്ടു കിടക്കുകയാണെന്ന ബോധം നമുക്കവരുടെ മനസ്സിലേക്ക് കയറ്റി കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ അവർ വായിൽ വെക്കുന്ന ഒരു കാരയ്ക്ക് അതിൻ്റേതായ മധുരമുണ്ടാകും, അല്ലെങ്കിൽ അലക്ഷ്യമായ ജീവിതമായി പോകും. അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്ന ഓരോ ഘട്ടങ്ങളും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും അള്ളാഹു താല അത് വെച്ചിട്ടുണ്ട്. നമ്മുടെ നിസ്കാരം നോക്കൂ, അതിൻ്റെ ഓരോ ഹറക്കാത്ത സെക്കനാത്തിലും അള്ളാഹു വലിയവനാണെന്ന് നമ്മളെ നിരന്തരം ഓർമ്മിപ്പിക്കുകയാണ്.
ആ അർത്ഥങ്ങൾ നമ്മൾ കുട്ടികൾക്ക് പകർന്നു നൽകേണ്ടതുണ്ട്. വെറും കുട്ടികൾക്ക് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിനും കുടുംബത്തിനും പകർന്നു നൽകുന്നിടത്ത് നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ ഒരു പ്രബോധകന് വിജയിച്ചു. വിശ്വാസം ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ വിശ്വാസത്തിൽ നിന്ന് അടർത്തി മാറ്റുന്ന അത്ര പണിയില്ല. വിശ്വാസത്തിൻ്റെ സൗന്ദര്യമായിരിക്കുന്ന ശാദ്വല തീരങ്ങളിലേക്ക് ഒരാളെ കടത്തിക്കൊണ്ടുപോകാൻ. നാം അങ്ങനെ വളർത്തിയെടുത്തിരിക്കുന്ന ഒരു കുഞ്ഞ്, അങ്ങനെ വളർന്നു വലുതായിരിക്കുന്ന ഒരു സഹോദരൻ, ഒരു സഹോദരി, അവൻ്റെ മുന്നിൽ നാളെ ആരെങ്കിലും വിശ്വാസത്തെ വെല്ലുവിളിക്കുന്ന വല്ലതും പറഞ്ഞാൽ അതിനെതിരെ സ്വയം തന്നെ പ്രതിരോധിക്കാൻ അവർക്കുള്ള ശേഷിയും ഊർജവും അവരുടെ ഉള്ളിലുണ്ടായിരിക്കും. കാരണം അവർ ആചരിച്ചുകൊണ്ടിരിക്കുന്ന, അവർ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസത്തിന് അതിന് കൃത്യമായ അർത്ഥങ്ങളും തലങ്ങളുമുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നതാണ് നാം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതൊരർത്ഥത്തിൽ നമ്മൾ നേരത്തെ തന്നെ ഒരു ഇമ്മ്യൂണൈസേഷൻ ചെയ്യുകയാണ്. രോഗപ്രതിരോധ ശേഷി നേരത്തെ കുത്തിവെപ്പുകൾ നടത്തുമല്ലോ. ആ കുത്തിവെപ്പുകളാണ് ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ രൂപത്തിൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ആദാബുകൾ പാലിക്കുക, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാ എന്ന് പറയാൻ നമ്മൾ പഠിപ്പിക്കുക, വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദിക്റുകൾ നമ്മൾ പഠിപ്പിക്കുക, വീട്ടിലേക്ക് കയറി വരുമ്പോൾ സലാം പറയേണ്ടതിൻ്റെ ആവശ്യകത പഠിപ്പിക്കുക, അതിൻ്റെ സൗന്ദര്യം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുക. അത് പറയുമ്പോൾ, അതിൻ്റെ പ്രബോധകനാകുമ്പോൾ നമ്മൾ കൂടി അതിൻ്റെ ഭാഗമാകും. നമ്മൾ ആലോചിച്ച് നോക്കുക, ഉറങ്ങാൻ കിടക്കുന്ന ദിക്റും അതിൻ്റെ അർത്ഥവും നമ്മൾ ഒരാളെ പഠിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം പഠിച്ചു പോകുന്നത് നമ്മുടെ ഹൃദയമാണ്. നമ്മളതിൻ്റെ പ്രചാരകരാവുകയാണ്. ഇസ്ലാമികമായിട്ടുള്ള മഹത്തായ ഉറക്കിൻ്റെയും ഭക്ഷണം കഴിക്കുന്നതിൻ്റെയും അതുപോലെ തന്നെ അത്തരം ആചാരങ്ങളുടെ സൗന്ദര്യം മനസ്സിലാക്കുമ്പോൾ പിന്നെ പുറത്തുനിന്ന് അപശബ്ദങ്ങൾ കേട്ടാൽ അതെല്ലാം അവരുടെ ബധിരകർണത്തിൽ മാത്രമേ പതിക്കൂ എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം. നിങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെയും കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ധൈര്യസമേതം നമുക്ക് പറയാൻ കഴിയണം. ഒരു പ്രദേശത്തെ, ഒരു കുടുംബത്തിലെ ഞാൻ എന്ന പ്രബോധകൻ അവിടെ ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന ഒരു കുട്ടിയെയും നിങ്ങൾക്ക് അപഹരിച്ചു കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. എങ്ങനെ സാധിക്കും? സാധിക്കാൻ ചെറിയ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം നമ്മൾ പഠിപ്പിക്കുക, വജ്ജഹത്തുവിൻ്റെ അർത്ഥം പഠിപ്പിക്കുക. അള്ളാഹുവിൻ്റെ മുന്നിൽ ചെന്നിട്ട് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയൊരു പ്ലഡ്ജാണ്, അള്ളാഹുവോട് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രതിജ്ഞയാണ് എന്ന് നമ്മൾ ഒരാളെ ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ ഒരു പക്ഷേ നമ്മളെക്കാളേറെ മനസ്സിൽ ഈമാനിൻ്റെ തെളിച്ചമുള്ള ഒരുപാട് മനസ്സുകളുണ്ടാവും. അതൊരു സത്യമാണ്. പക്ഷേ പുതിയ കാലത്തിൻ്റെ പല എൻ്റർടൈൻമെൻറ്റുകളിലും പെട്ട് അവരുടെ വിശ്വാസത്തിൻ്റെ മുകളിൽ മണ്ണ് വാരിയിടപ്പെട്ടിരിക്കുകയാണ്. ഈ മണ്ണുകൾ നീക്കിക്കൊടുക്കുന്നവരാവണം പ്രബോധകൻ. അത്രേ പണിയുള്ളൂ. നമുക്ക് പുതിയതായിട്ടൊരു പണിയെടുക്കേണ്ട ആവശ്യം നമുക്കില്ല. കാരണം അടിസ്ഥാനപരമായ എല്ലാവരും വിശ്വാസികളാണ്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, എല്ലാവരും മുഅ്മിനുകളാണ്. ആ വിശ്വാസത്തിൻ്റെ മേൽ അവിശ്വാസത്തിൻ്റെയോ ബിദ്അത്തിൻ്റെയോ ഒക്കെ മണ്ണുകൾ വാരിയിട്ടിരിക്കുകയാണ് ചിലരെങ്കിലും. തൽക്കാലം അതൊന്ന് തട്ടിത്തെറിപ്പിക്കാനുള്ള ശേഷി നമുക്കുണ്ടായിരിക്കണം. അതിനുള്ള ശേഷി നാം വിജ്ഞാനം കൊണ്ട് നേടുന്നതാണ്. കേവലം വിജ്ഞാനം കൊണ്ട് മാത്രമല്ല, നമ്മുടെ പരിശീലനം കൊണ്ട് കൂടിയാണ് നമ്മളത് നേടിയെടുക്കേണ്ടത്. പരിശീലനം കൊണ്ട് നേടുക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പരിശീലനം കുഞ്ഞു മനസ്സുകളിൽ തന്നെയാണ്. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഏറ്റവും ചെറിയ കുട്ടികളിലാണ് നമ്മൾ തുടങ്ങേണ്ടത്. അവിടെ വിശ്വാസം പ്രവർത്തിച്ച് കാണുമ്പോൾ നമുക്ക് സന്തോഷം വരും. ഒരു പ്രതിസന്ധി വരുമ്പോൾ കുട്ടികൾ പറയും, ഉപ്പ എന്ത് ചെയ്യും, നമുക്ക് കുറേ സ്വലാത്തി അല്ലാമല്ലേ എന്ന് നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞു തരും. നമ്മൾ പറയും, അതെ സ്വലാത്ത് തുടങ്ങിക്കോളി. നമ്മൾ ചിന്തിക്കണം, നമ്മൾ അങ്ങോട്ടിട്ടിരിക്കുന്ന വിത്ത് അത് പുഷ്പിച്ച് കായ്ച്ചതിൻ്റെ ഫലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് പകരം നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല എങ്കിൽ നമ്മളാകുന്ന ഒരു വൃക്ഷം, നമ്മളാകുന്ന ഒരു പൂച്ചെടി ചുറ്റിലുമുണ്ടായിട്ട് നാം കാണിച്ചിരിക്കുന്ന പിശുക്ക് കാരണമായിട്ട് ജ്ഞാനത്തിൻ്റെ പരിമളം, ഇൽമിൻ്റെ പരിമളം അത് നമ്മുടെ ചുറ്റിലുമുള്ളവർക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത് സുഹൃത്തുക്കളെ? നാം ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു മതവിദ്യാർത്ഥി എന്ന് പറയുന്നത് ഒരു വീട്ടിലെ, ഒരു കുടുംബത്തിലെ, ഒരു നാട്ടിലെ പരിമളം പരത്തിക്കൊണ്ടിരിക്കുന്നൊരു മുല്ലപ്പൂവാണ്. ആ മുല്ലപ്പൂ ഒരിക്കലും അതിന് വെള്ളമൊഴിച്ചവർക്ക് മാത്രമല്ല അതിന് പരിമളം നൽകുന്നത്. കുമാരനാശാൻ പറഞ്ഞതുപോലെ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യമെന്നാണ്. ഈ കല്ലും മുല്ലപ്പൂവുമായിട്ട് ബന്ധമൊന്നുമില്ല.
പലപ്പോഴും അതിന് കിട്ടേണ്ട വെള്ളം പോലും ചിലപ്പോൾ ഊച്ചിയെടുക്കുന്നവരായിരിക്കും. പക്ഷെ താഴെ വീണു പോകുന്ന മുല്ലപ്പൂവിൻ്റെ സൗരഭ്യമേൽക്കാൻ താഴെ കിടക്കുന്ന കല്ലുകൾക്ക് പോലും സാധിക്കുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ ഒരു മുല്ലവള്ളിയുടെ വേര് പോലും ആഴ്ന്നിറങ്ങുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന കല്ലായിരിക്കും അത്. പക്ഷേ അതിൻ്റെ സൗരഭ്യം ആസ്വദിക്കാൻ അതിന് പോലും സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പം നാം പ്രബോധകരായിരിക്കുന്ന നമ്മൾ മുല്ലപ്പൂവിനെ പോലെ വളരെ വിനയത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ആളുകളെ കൈകാര്യം ചെയ്യുമ്പോൾ ഹൃദയങ്ങൾ നുറുങ്ങിപ്പോവാത്ത സ്നേഹത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കാൻ കഴിയുന്നവരായിരിക്കണം നമ്മൾ. അങ്ങനെ ഇങ്ങനെ സംസാരിച്ചു പഠിക്കും. അതിനുള്ള സാഹചര്യമാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? അൽ അംറു ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകർ. ഇതാണ് പ്രബോധനത്തിൻ്റെ ആകത്തുക. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക. നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആളോട് തന്നെ നന്മ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അവനെ ചിലപ്പോൾ ആദ്യം ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. പുഞ്ചിരിയോടുകൂടി പറയാൻ നമ്മൾ പഠിക്കുക. കാരണം നാം നിർബന്ധമായി അവരെ കൽപ്പിക്കേണ്ട ഒരു കാര്യമല്ല. നമുക്കതിനുള്ള ഉത്തരവാദിത്വം ഒരുപക്ഷെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമുക്ക് പുഞ്ചിരിയോടുകൂടി പറയാം, സ്നേഹത്തോടു കൂടി പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും എത്ര പ്രയാസപ്പെടുന്ന മനസ്സിലും സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഒരു കവാടം അവിടെ തുറക്കപ്പെടും. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് എത്ര പ്രതിസന്ധികൾ നമ്മൾ ആധുനിക കാലഘട്ടത്തിൽ അഭിമുഖീകരിച്ചാലും അവിടെ നമുക്കുള്ള 2 വാതിലുകളെങ്കിലും തുറന്നു കിടക്കുന്നുണ്ടാകുമെന്നുള്ളത്. എന്നാൽ പുതിയ കാലത്ത് തുറക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാതിൽ സ്നേഹത്തിൻ്റെതാണ്. കാരണം മനുഷ്യരൊക്കെ കൂടുതലും സമയവും ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അഭിരമിക്കുന്നത് കാരണമായിട്ട് ചുറ്റുപാടുകളിലും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മനുഷ്യൻ മറന്നു പോവുകയാണ്. സ്നേഹബന്ധങ്ങളെക്കുറിച്ച് മറക്കുകയാണ്. പരസ്പരം പ്രയാസങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിനെക്കുറിച്ച് മറന്നു പോവുകയാണ്. സ്നേഹങ്ങൾ കൈമാറുന്നതിനെക്കുറിച്ച് പോലും മറന്നു പോവുകയാണ്. ആ സമയത്ത് നമ്മളാകുന്ന പ്രബോധകൻ ഒരാളുടെ മുഖത്തൊരു വിഷമം കാണുമ്പോൾ, എന്തോ വിഷമമുണ്ടല്ലോ, എന്തു പറ്റി, ഇങ്ങനെ നല്ലല്ലോ നിങ്ങളുടെ മുഖം, വിഷമം കാണുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുന്നൊരു ചോദ്യം, അത് നമുക്ക് പരിശുദ്ധമായ ദീനിൻ്റെ വെളിച്ചവുമായി കടന്നു ചെല്ലാനുള്ള വാതിലായിട്ട് നമ്മൾ മനസ്സിലാക്കണം. എളുപ്പമായി പ്രബോധനം നേരത്തെ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി ലഘൂകരിക്കപ്പെട്ട കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സങ്കീർണമല്ല, കുറേ കൂടി എളുപ്പമാണ്. മാത്രമല്ല, നേരത്തെയുള്ള പല മനുഷ്യരും പല കാര്യങ്ങളും മനസ്സിലാക്കുകയും പല അറിവിൻ്റെ ഉന്നതികളിൽ നിന്ന് പലതും ചിന്തിക്കുകയും ചെയ്തിരുന്നൊരു കാലഘട്ടത്തിൽ ഇന്നങ്ങനെയല്ല. ആളുകൾക്ക് അറിവുണ്ടെന്ന തോന്നൽ മാത്രമേ ഉള്ളൂ. ആർക്കും അറിവുകളില്ലാതെ അറിവുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അപ്പം നമ്മളാകുന്ന ഒരു കൊച്ചു പ്രബോധകന് പോലും ആരുടെയും മനസ്സ് കീഴടക്കാൻ പാകത്തിലുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രബോധനം സങ്കീർണമാവുകയില്ല, പ്രബോധനം എളുപ്പമായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുക എന്നുള്ളതാണ് പ്രധാനം. പലർക്കും പല കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ്. വളരെ സ്നേഹത്തോടു കൂടി സംസാരിക്കാൻ നമുക്ക് കഴിയുക, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിയുക. ഇതിന് നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്? അതിന് നമുക്ക് വേണ്ടത് നല്ല ധൈര്യം. ആ ധൈര്യം എവിടെ നിന്ന് വരുന്നതാണ്? അത് നമ്മുടെ ഈമാനിൽ നിന്ന് വരുന്നതാണ്. പലയിടത്തും നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത് പറയാനുള്ള ധൈര്യക്കുറവ് കൊണ്ടാണ്. ധൈര്യം എന്ന് പറഞ്ഞാൽ എടുത്തുചാട്ടമല്ല. ഒരാളെ ഒരു കാര്യം തിരുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ചാടി വീണ് പ്രയാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പറയല്ല. സ്നേഹത്തോടു കൂടി ലളിതമായി പറഞ്ഞു കൊടുക്കാൻ കഴിയും. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ മനസ്സിൽ ഒരുപാട് കലാപങ്ങളുണ്ടാക്കും. നമ്മുടെ നെഫ്സിൻ്റെ കലാപങ്ങളുണ്ടാകും, ശൈത്താൻ്റെ കലാപങ്ങളുണ്ടാകും. ഇതിനെ മറികടക്കാൻ പോകുന്ന ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. ഈമാൻ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. പരിശീലനവും നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. പരിശീലനം എങ്ങനെ ഉണ്ടാവുക? നമ്മൾ കുറേ മനുഷ്യരെ അഭിമുഖീകരിക്കണം. അപ്പോൾ നമുക്ക് അഭിമുഖീകരിക്കാൻ പറ്റിയ നല്ല ഒരു സൊസൈറ്റിയുടെ മിനിയേച്ചർ, ഒരു ചെറിയ രൂപം നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. അപ്പോൾ തുറന്ന് സംസാരിക്കുക, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി തുറന്ന് സംസാരിക്കുക, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. അപ്പോൾ പലർക്കും പ്രയാസങ്ങളുള്ളവരുണ്ടാവും, പലരും പഠനത്തിൽ വിമുഖതയുള്ളവരുണ്ടാവും. അവരെ പഠനത്തിലേക്ക് പ്രചോദിപ്പിച്ചുകൊണ്ട് പിടിച്ചു നിർത്താനുള്ള ശേഷി ഊർജ്ജമായി നമുക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇത്രയൊന്നും പണിയുണ്ടാവില്ല. സാധാരണക്കാരനായിരിക്കുന്ന ഒരാൾക്ക് വിശ്വാസത്തിൻ്റെ ഊർജ്ജം പകർന്നു കൊടുക്കാൻ വളരെ എളുപ്പത്തിൽ നടക്കും. അപ്പോൾ നമ്മൾ അനുഷ്ഠിക്കേണ്ടത് നമ്മുടെ വിശ്വാസത്തിനെ പൂർണ്ണമായും സംരക്ഷിക്കുക, അതിൻ്റെ സംശയങ്ങൾ നമ്മൾ തീർക്കുക, എന്നിട്ട് അത് പ്രചരിപ്പിക്കാൻ നമ്മുടെ തൊട്ടടുത്തുള്ള ആളെ തന്നെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഇത് നമ്മുടെ ഒരു ജീവിത ശൈലിയായി മാറിക്കഴിഞ്ഞാൽ
പ്രബോധനമെന്ന് പറയുന്നത് നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറും. പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് നോക്കൂ, ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമനിത്തബഅനി വസുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ. പ്രബോധകനോട് പറയാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല പറഞ്ഞതാ, ഖുൽ ഹാദിഹി സബീലി, പറഞ്ഞോളൂ ഇതാണ് എൻ്റെ മാർഗം. അതിൽ നമുക്കൊരു കോംപ്ലക്സും വേണ്ടതില്ല, നിരാശാബോധം വേണ്ടതില്ല. ഇതാണ് എൻ്റെ മാർഗം, പറഞ്ഞോളൂ, തുറന്നു പറഞ്ഞോളൂ നിങ്ങളുടെ മാർഗം ഇതാണ്. എങ്ങനെയൊക്കെ തുറന്നു പറയും? നമ്മുടെ സ്വഭാവം കൊണ്ട്, നമ്മുടെ സംസാരം കൊണ്ട്, നമ്മുടെ വേഷഭൂഷാദികൾ കൊണ്ട് പറയുക, ഇതാണ് എൻ്റെ മാർഗം. അപ്പോൾ നമ്മുടെ സംസാരത്തിൽ നമ്മൾ ഒളിപ്പിച്ചു വെച്ചാൽ, സംസാരത്തിൽ വൃത്തികേടിൻ്റെ ഭാഷ വന്നാൽ നാം നമ്മുടെ മാർഗത്തെ മറച്ചു വെക്കുകയാണ്, മറ്റുള്ളവർക്ക് പ്രാപിക്കാൻ കഴിയാത്ത രൂപത്തിൽ നമ്മളതിനെ മറച്ചു വെക്കുകയാണെന്ന് വരും. നാം നമ്മുടെ ഭക്ഷണ മര്യാദയിൽ, നമ്മുടെ ഉറക്കത്തിൻ്റെ മര്യാദയിൽ, നമ്മുടെ വേഷവിധാനങ്ങളിൽ പോലും നമ്മുടെ സംസ്കാരം നമ്മൾ മറച്ചു വെക്കുമ്പോൾ നാം ചെയ്യുന്നത് ഏറ്റവും വലിയ പാതകമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ പറയാൻ നോക്ക്, ഖുൽ പറയുക ഹാദിഹി സബീലി, ഇതെൻ്റെ മാർഗമാകുന്നു. അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ, നല്ല ഉൾക്കാഴ്ചയോടുകൂടിയാണ് ഞാൻ ഈ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നത്. കണ്ടോ, ഇതിലെനിക്ക് മനസ്താപമായിട്ട് അല്ലെങ്കിൽ എനിക്ക് തന്നെ ദുഃഖമില്ല, ഞാൻ നല്ല ഉൾക്കാഴ്ചയോട് കൂടിയാണ് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നിരിക്കുന്നതും ഈ പ്രബോധന ദൗത്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞോളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാം. ഉൾക്കാഴ്ചയോട് കൂടിയാണ്. മാത്രമല്ല അന വമനിത്തബഅനി, ഞാനും എന്നോട് പിൻപറ്റിയിരിക്കുന്നവരും, ഞാനും ഞങ്ങളുടെ പ്രസ്ഥാനത്തിലുള്ളവരും എൻ്റെ ക്ലാസ്സുകാരും എൻ്റെ കൂട്ടുകാരുമൊക്കെ നല്ല ഉൾക്കാഴ്ചയോടുകൂടിയാണ് ഈ പ്രബോധന ദൗത്യത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് എന്ന് പറഞ്ഞോളൂ എന്ന് അല്ലാഹു തആല പറയാം. എന്നിട്ട് പറയാം, വസുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ, അല്ലാഹുവിൻ്റെ മഹത്വത്തെ ഞാൻ വാഴ്ത്തുന്നു, അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു, ഞാൻ ഒരിക്കലും പങ്കു ചേർക്കുന്നവനല്ല അല്ലാഹുവിൽ. നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ആശയത്തിൽ മറ്റെന്തിനെങ്കിലും പങ്കു ചേർക്കേണ്ടതില്ല, തൗഹീദിൽ നമുക്ക് എന്തിനേയും പങ്കു ചേർക്കേണ്ടതില്ല. നമ്മളെന്ന് പറയുന്ന ഇത്രത്തോളം വലിയ ഹക്ക് വേറെ ഒന്നും ഈ ലോകത്തിലില്ല. ഇത്രയും വലിയ സത്യത്തിൻ്റെ വാഹകരായിട്ട് പിന്നീട് നമുക്ക് മാനസികമായിട്ട് നമ്മളൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? നമ്മളെ വഞ്ചിക്കുന്നത് ആരാണ്? നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനെതിരെയുള്ള ഊർജം നമ്മൾ എവിടെ നിന്നാണ് നേടേണ്ടത്? അത് സംസാരം കൊണ്ട് നേടേണ്ടതുണ്ടാവും. നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട്, കുടുംബത്തിലെ സാഹചര്യങ്ങൾ കൊണ്ട് നാം പ്രബോധന പ്രവർത്തനങ്ങളിൽ നിന്ന് പിറകോട്ട് പോകുന്നതുണ്ടാകാം. പക്ഷേ അവിടെ നമ്മളത് തിരുത്തേണ്ടത് നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നും ഗുരുവര്യന്മാരുമായിട്ട് നിരന്തരമുള്ള സമ്പർക്കം കൊണ്ടും നമുക്കത് തിരുത്തിക്കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ അനുഭവിക്കുന്ന ഏതൊക്കെ പ്രതിസന്ധിയുണ്ടോ ആ പ്രതിസന്ധിക്കൊക്കെ പരിഹാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം എല്ലാവർക്കുമുള്ള മാതൃക ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പം നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ, നമ്മൾ അനുഭവിച്ച പ്രതിസന്ധികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ സ്വഹാബത്തോ അഭിമുഖീകരിക്കാത്തതില്ല. അവിടെ വിഷയം നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടോ അതേതെങ്കിലും ഒരു തരത്തിൽ സ്വഹാബത്ത് അനുഭവിച്ചിട്ടുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് പരിഹാരം പറഞ്ഞിട്ടുണ്ട്. ഒറ്റ സംഭവം പറഞ്ഞ് നിർത്തുക. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, മക്ക മുശ്രിക്കുകളുടെ നേതാക്കന്മാരാണ് പറയുന്നത്, ഖദ് അല്ലമക്കും നബിയുക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ല ശൈ, നിങ്ങളുടെ നബി നിങ്ങളെല്ലാം പഠിപ്പിക്കുന്നുണ്ടല്ലോ, ഹത്തൽ ഖിറാഅ, ബാത്റൂമിൽ പോകാൻ വരെ, ശൗച്യം വരെ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഇത് മോശമായിട്ടാണ് അവർ കാണുന്നത്. ഇതിന് കാരണമുണ്ട്. ആരാണ് സൽമാൻ? പേർഷ്യയിൽ നിന്ന് വന്ന ആളാണ്, വെളുത്ത വർഗ്ഗക്കാരനാണ്. അന്നത്തെ ലോകക്രമത്തിൽ ഇന്ന് അമേരിക്കയിൽ നിന്ന് വരുന്ന ഒരാൾ ഇവിടെ വന്നിട്ട് നമ്മുടെ പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് എടുത്താൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനത്തെ ഒരു സാഹചര്യം. കാരണം ലോകത്തെ അതിശക്തിയായിട്ട് അറിയപ്പെടുന്ന ഒന്നാണ് അന്നത്തെ പേർഷ്യ. ആ പേർഷ്യയിൽ നിന്നാണ് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു മദീനയിൽ വന്നുകൊണ്ട്, മക്കയിൽ വന്നുകൊണ്ട് പരിശുദ്ധമായ ദീൻ പഠിക്കുന്നത്. അപ്പോൾ മക്ക മുശ്രിക്കുകളെ ട്രോളുകയാണ്, കളിയാക്കുകയാണ്. ലോകത്തെ വിറപ്പിക്കുന്ന ഈ മഹാസാമ്രാജ്യത്തിൽ നിന്ന് ഞങ്ങളുടെ മദീനയിലെ മരുഭൂമിയിൽ വന്നുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നത് എന്താ? മാലിന്യം എങ്ങനെ കഴുകണം, എങ്ങനെ ശൗചാലയത്തിൽ പോകണം, ശൗചം ചെയ്യുന്നത് എങ്ങനെ, ഇതൊക്കെ പഠിക്കാനാണോ ഇങ്ങോട്ട് വന്നതെന്നാണ് എൻ്റെ ഒരു ചോദ്യത്തിൻ്റെ അർത്ഥം. ഇതിന് എങ്ങനെയാണ് ബഹുമാനപ്പെട്ട സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു പ്രതികരിക്കുന്നത്? അവിടെയാണ് പ്രബോധകൻ ശ്രദ്ധിക്കേണ്ടത്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അതിന് മറുപടി പറഞ്ഞു,
ഫഖാല, അജൽ, അതെ, ശാന്തമായ മറുപടിയാണ്. ലഖദ് നഹാന അൻ നസ്തഖ്ബിലൽ ഖിബ്ലത ലിഗായിത്തിൻ, മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ ഖിബ്ലയിലേക്ക് തിരിയരുത് എന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഔ അൻ നസ്തൻജിയ ബിൽ യമീൻ, വലത്തെ കൈ കൊണ്ട്, വലത് കൈ ഉപയോഗിച്ചുകൊണ്ട് ഇസ്തിൻജാ ചെയ്യരുത്, ശൗചം ചെയ്യരുത് എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ശൗചാലയത്തിൽ ചെയ്യേണ്ട മര്യാദകൾ മുഴുവനും ബഹുമാനപ്പെട്ടവരവിടെ പഠിപ്പിച്ചു കൊടുക്കുക. നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. പിന്നെ പറഞ്ഞു നഹാ അനിർ റൗസി വൽ ഇളാമി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കല്ല് കൊണ്ടും ഒക്കെ മൂത്രിച്ചത് വൃത്തിയാക്കുന്നതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇസ്തിജ്മാർ പഠിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു കാഷ്ടം ഉപയോഗിച്ചുകൊണ്ടോ എല്ലുപയോഗിച്ചുകൊണ്ടോ അത് ചെയ്യരുത് എന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലാ യസ്തൻജി അഹദുക്കും ബിദൂനി സലാസതി അഹ്ജാരിൻ, ഇതൊക്കെ ഞങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങളാണ്. 3 കല്ലിൽ കുറയരുത് മലമൂത്ര വിസർജനം ചെയ്തിട്ട് മാലിന്യം വൃത്തിയാക്കുമ്പോൾ എന്ന് സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു അൻഹു മക്കയിലെ മുശ്രിക്കുകളോട് പറയുന്ന മറുപടിയാണ്. നമുക്ക് എത്ര ശാന്തമാണ്. ഇവരുദ്ദേശിച്ചത് എന്താ? ഒന്ന് ട്രോളേക്കാം, ഒന്ന് കളിയാക്കിയേക്കാം. പക്ഷേ സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉള്ളിലുള്ള പ്രബോധകൻ ഉണരുകയാണ്. ഇത് ഗ്യാപ്പാണ്. ഇത് മക്കയിലെ മുശ്രിക്കുകളുടെ നേതാവ് ചോദിച്ചിരിക്കുന്ന ഈ ഗ്യാപ്പിൽ ഈ മസല പഠിപ്പിക്കണം. എന്ത് പഠിപ്പിക്കണം? ശൗചാലയ മര്യാദകൾ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതെന്ന് ഈ സമയം കൊണ്ട് പഠിപ്പിക്കുക. കാരണം ഇയാളെ കൂടുതൽ പറഞ്ഞു കൊടുക്കാൻ സമയം കിട്ടില്ല. അവിടെ പൊട്ടിത്തെറിക്കുന്നില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കും എന്ന് പറയുന്നില്ല. വളരെ മാന്യമായിട്ട് സയ്യിദുന സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു അൻഹു അവിടെ പറഞ്ഞു കൊടുക്കുക. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ബസ്സിൽ നിന്ന്, നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് ഇസ്ലാമിനെക്കുറിച്ച് ഒരാൾ പരിഹസിച്ചു പോലും ചോദിച്ചാൽ പുഞ്ചിരിയോടുകൂടെ അവിടെ എന്താണ് ഇസ്ലാം പറയുന്നതെന്ന് വൃത്തിയിൽ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കുക എന്നതാണ് ഒരു പ്രബോധകൻ്റെ ദൗത്യമെന്ന് പറഞ്ഞതുകൊണ്ട് ഈ കാര്യം ഇവിടെ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ആരും പ്രബോധന പ്രവർത്തനത്തിൽ മാനസികമായിട്ട് പിറകോട്ട് പോകേണ്ട ഒരു കാര്യവുമില്ല. കാരണം എല്ലാത്തിനും വ്യക്തമായ ഉത്തരം പറഞ്ഞിട്ടുള്ള പരിശുദ്ധമായ ഇസ്ലാമാണ് നമ്മുടെ മുന്നിൽ ജീവിച്ച് കാണിച്ചു തന്നിട്ടുള്ളത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.